കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം തന്നെ ഒരു വലിയ പതനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ വിമോചന സമരമാണ് എന്നുള്ള ചില കോണുകളിൽ നിന്നുള്ള വിമർശനമുണ്ട്. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അല്ലെ ഈ അധികാരത്തിലൊക്കെ കൈകടത്തുന്നത് മതമേലധ്യക്ഷന്മാരും മാധ്യമങ്ങളുടെ മുതലാളിമാരുമാണെന്ന് പറഞ്ഞാൽ ശരിയായി വരുമോ? തീർച്ചയായിട്ടും അതാണ് വസ്തുത. കാരണം ഈ കേരളത്തിൻ്റെ ഒരു സമയത്ത് കേരളം വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു, കാർഷിക രംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു, അതേപോലെ തന്നെ വ്യവസായ രംഗത്ത് കേരളം മികച്ച സ്ഥാനം നിലനിന്നിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കേരളത്തിൽ ഇന്നിപ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഒരു വർഷം 1,00,000-ലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പതനമുണ്ട്. കേരളത്തിൻ്റെ കാർഷിക രംഗം ഏകദേശം ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ രംഗം തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗം വലിയൊരു പതനത്തിലാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗം കേരളം വളരെ വളരെ മികച്ചതായിരുന്നു, ഒരു സംശയക്കരുത്തിലില്ല. കേരളത്തിൻ്റെ ആരോഗ്യം മറ്റ് ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായിരുന്നു. ഇന്നിപ്പോൾ ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജലദോഷം വന്നിട്ട് അമേരിക്കയിൽ പോകേണ്ട അവസ്ഥയിലാണ്. കാരണം ഇവിടെ ചികിത്സിക്കാൻ ആശുപത്രികളില്ല, ഇവിടുത്തെ ഡോക്ടർമാർ 10 കാശിന് ഉള്ളിലാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കേരളത്തിൻ്റെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ്റെ വിഖ്യാതമായിട്ട് പ്രസ്താവനയുണ്ട്, ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാൻ വിദേശത്ത് പോയെന്നാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്ന അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ താമസിച്ചിരുന്ന നാടാണ് കേരളം. അപ്പോൾ കേരളം ഈ രംഗത്ത് വലിയൊരു പതനത്തിന് കാരണം എന്താണെന്നുള്ള വലിയൊരു പഠനം ആവശ്യമാണ്. എനിക്കതിന് മുഖ്യമായിട്ട് തോന്നിയത് നേരത്തെ സുജി പറഞ്ഞ പോലെ കേരളത്തിൽ 1957 മന്ത്രിസഭയെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയിരുന്ന വിമോചന സമരം അത് 1959 അതിൻ്റെ പാരമ്യതയിലെത്തുകയാണ്. ഈ വിമോചന സമരത്തിൻ്റെ സൂത്രധാരന്മാർ കേരളത്തിൻ്റെ മതമേലധ്യക്ഷന്മാരാണ്, ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷന്മാരാണ് ഈ വിമോചന സമരത്തിൻ്റെ ആളുകൾ. അവർ മറ്റു ചില ആളുകൾ മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തിയിരുന്നു. ഈ സമരത്തിൻ്റെ പരിണിത ഫലമായിട്ട് കേരളം സമസ്ത രംഗങ്ങളിലേക്കും കേരളം പിന്നോക്കം പോയി. കേരളത്തിൽ 57-59 കഴിഞ്ഞിട്ട് 60 തുടങ്ങിയിട്ടുള്ള കേരളത്തിൻ്റെ ഇവിടെ നിയമസഭാ സാമാജികന്മാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മതമേലധ്യക്ഷന്മാർക്കാണ് റോള്. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ക്രിസ്ത്യാനികൾ മത്സരിക്കുന്നു, മുസ്ലിങ്ങൾ മത്സരിക്കുന്നു, ചില ജാതി ആളുകൾ മത്സരിക്കുന്നു. ഇവർക്കല്ല സത്യത്തിൽ റോള്. സാധാരണ ക്രിസ്ത്യാനികൾക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. അഴിമതിക്കാരായിരിക്കുന്ന കേരളത്തിലെ മതമേലധ്യക്ഷന്മാർക്കാണ് ഇക്കാര്യത്തിൽ പങ്ക്. ഇവർ ഭൂരിപക്ഷം വരെ അഴിമതിക്കാരാണ്, എനിക്കൊരു സംശയം സംബന്ധിച്ചില്ല. അവരാണ് കേരളത്തിലെ നിയമസഭയിലേക്ക് MLA ആര് മത്സരിക്കണം, ഏത് രാഷ്ട്രീയ പാർട്ടി ആളുകൾ മത്സരിക്കണം, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവരാണ്. ഇതിനൊരു സാമാന്യ മര്യാദ വേണ്ടേ? ഒരു ജനാധിപത്യത്തെ തകർക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ മതമൗലികവാദികൾ, മതമേലധ്യക്ഷന്മാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ക്രൈസ്തവ സഭയുടെ മാത്രമല്ല, ക്രൈസ്തവ സഭയുടെ വഹിച്ചിട്ടുണ്ട്, മുസ്ലിം മതവിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിൽ മുസ്ലിം ലീഗല്ലേ കേരളത്തിലെ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്? കോൺഗ്രസിന് വല്ല പങ്കുണ്ടോ? ഇപ്പോൾ അവർ ചോദിക്കും 4 സീറ്റും കൂടി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നേ. ഇവർ 4 സീറ്റ് വേണമെന്ന് നെല്ലിക്കായ്ക്കോട്ടം പറഞ്ഞ മാതിരിയാണ് പിള്ളേരവിടെ മലപ്പുറം ജില്ലയിലുള്ളത്. അങ്ങനെ പിള്ളേരുള്ളതിൻ്റെ പേരിൽ അവിടെ ജനസംഖ്യ പെരുപ്പം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ജനസംഖ്യാ പെരുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് കൂടുതൽ കിട്ടണം. ഇന്നവർക്ക് കോഴിക്കോട് ജില്ലയിൽ കിട്ടണം, കണ്ണൂർ ജില്ലയിൽ കിട്ടണം, കാസർഗോഡ് ജില്ലയിൽ കിട്ടണം. 4 സ്ഥലങ്ങളിലും ഇവർക്ക് സീറ്റ് കൂട്ടണം. കാരണം ഇന്ന് കേരളത്തിൽ ഒരൊറ്റ ജില്ലയിൽ മാത്രമാണ് ജനസംഖ്യയുടെ പെരുപ്പമുള്ളത്, അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. അവിടെയാണ് ഏകദേശം 16 സീറ്റായി. ബാക്കിയുള്ള സ്ഥലത്ത് 14 സീറ്റുള്ള ഒരു 13ഉം 13ഉള്ള ഒരു 12ഉം 12ഉള്ള ഒരു 10ഉം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിൽ സീറ്റുകൾ കൂടുന്നു, അവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. ഇതിന് കാരണം മതത്തിൻ്റെ കടുത്ത സ്വാധീനമാണ്. മതമേലധ്യക്ഷന്മാർ, ഇമാമടക്കമുള്ള ആളുകൾ നിങ്ങൾ പെറ്റുവരികാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പെറ്റുവരുന്നവരെന്നാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അത് ഒരു സമയത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരായിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക മതമേലധ്യക്ഷന്മാരും ഇക്കാര്യത്തിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ലീഗ്. ലീഗിൻ്റെ അധ്യക്ഷരാരാ? തങ്ങളാണ്. ഒരു തങ്ങളിക്കൽ ഹെജ്മണി കേരളത്തിലില്ലേ? ഈ തങ്ങളല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ആ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ദിരാഭവനിലേക്ക് തിരുവനന്തപുരത്തേക്ക് അല്ല പോകേണ്ടത്. അയാൾ നേരെ പോകേണ്ടത് വച്ചു പിടിപ്പിക്കേണ്ടത് അവിടെ പണക്കടയ്ക്കാണ്. അവിടെ ചെന്നിട്ട് ഈ പുള്ളിയെ കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. അതിനുശേഷം അവിടുന്ന് ഒരു പാത്രം ബിരിയാണി കിട്ടും. ആ ബിരിയാണി മേടിച്ച് കഴിച്ച് ചിരിച്ചുല്ലസിച്ച് പോകുന്ന ആളുകളാണ് കേരളത്തിൽ കോൺഗ്രസിൽ ചേരുന്ന മിക്കവാറുമുള്ള എല്ലാ നേതാക്കന്മാരായാലും സോക്കോൾഡ് നേതാക്കന്മാർ. ഞാൻ നേതാക്കന്മാരെന്ന് പറയുന്നില്ല, ഈ സോക്കോൾഡ് നേതാക്കന്മാരെല്ലാം പാരമ്പര്യം അത്തരത്തിലാണ്. ഇത് കേരളത്തിന്റെ വലിയൊരു പതനമാണ്. മതം കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇന്നത് കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. അത് ഹിന്ദുക്കളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ജാതിയാണ് തീരുമാനിക്കുന്നത്. ഈ ജാതി തീരുമാനിക്കുന്നതിൽ ആർക്കാ വലിയ പങ്കുള്ളത്?
കേരളത്തിലെ ഈഴവ സമുദായത്തിന് വലിയ പ്രയോജനം ഇക്കാര്യത്തിലുണ്ടോ? നായർ സമുദായത്തിന് വലിയ പ്രയോജനം ഇക്കാര്യത്തിലുണ്ടോ? പ്രയോജനം ആർക്കുണ്ടാവുക? സുകുമാരൻ നായർ പറയും താക്കോല് ഉള്ള ആൾ താക്കോൽ മറ്റേ സൂക്ഷിപ്പുകാരനെ വെക്കണം എന്നയാൾ പറയുക. അയാൾ എന്ന് വെച്ചാൽ കോൺഗ്രസിലുള്ള തനിക്ക് താല്പര്യമുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തൻ്റെ മകളെ അടക്കം ഉന്നതമായിട്ട് നിലയിൽ എത്തിക്കാനാണ് സുകുമാരൻ നായരുടെ നീക്കം. അങ്ങനെയാണ്. അത് NSS മാത്രമല്ലല്ലോ. എന്താണ് അക്കാര്യത്തിൽ വെള്ളാള മഹാസഭയുടെ നിലപാട്? പുനലൂർ മധുവായിരുന്നല്ലോ സംസ്ഥാന പ്രസിഡന്റ്. അയാൾ MLA ആയിട്ടുള്ള ആളാണല്ലോ. ദിനകരനായിരുന്നല്ലോ ധീവരസഭയുടെ നേതാവ്. അയാളും MLA ആയല്ലോ. OS രാമകൃഷ്ണൻ ശ്രമിച്ചല്ലോ, കുടുംബ സേവാ സംഘത്തിന്റെ ആള്. അയക്ക് പിന്നെ ആവാൻ വേണ്ടി സാധ്യതയില്ല. എന്ന് വെച്ചാൽ എല്ലാ ജാതി നേതാക്കന്മാരും കേരളത്തില് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വജാതിയുടെ താല്പര്യാർത്ഥമല്ല. അവര് പ്രവർത്തിക്കുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ജാതിയുടെ ആസ്ഥാനത്തേക്ക് എത്തുകയാണ്, നേതൃത്വത്തിലേക്ക് എത്തുകയാണ്. അവർക്ക് സീറ്റ് വേണം. അവർ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തില് ഒരു വലിയൊരു സാമൂഹ്യ അധപ്പതനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ വീണ ജോർജിന്റെ മാത്രം കഴിവുകേടാണ്. വീണ ജോർജിന് കഴിവില്ല എന്നുള്ളത് വേറെ വെച്ചോ കേട്ടോ. അവർക്ക് കഴിവുണ്ടെന്ന് അവര് ബന്ധുക്കള് ജോർജ് പോലും പറയുന്നത് എനിക്ക് തോന്നണില്ല. അവർ കപ്പാസിറ്റി ഉള്ള സ്ത്രീയാണെന്ന്. ഒരു കപ്പാസിറ്റി ഇല്ലാത്ത സ്ത്രീയാണ്. പക്ഷേ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യരംഗത്തിന്റെ അടക്കമുള്ള പതനത്തിന് മുഖ്യമായിട്ടുള്ള കാരണം ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരുടെയും ജാതി മത നേതാക്കന്മാരുടെയും അവിഹിതമായിരിക്കുന്ന ഇടപെടലുകളാണ് കാരണം. പക്ഷെ പണ്ട് കാലത്ത് ഇത്തരം ഇടപെടലുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇതിന് വിമർശനം ഉണ്ടാകും, അതിനെ തുറന്നു കാട്ടും. ഇന്ന് എന്താണ് അത്തരത്തിലുള്ള മാധ്യമ വിമർശനമോ അല്ലെങ്കിൽ ആർജവമുള്ള ജേർണലിസ്റ്റുകളോ ഇല്ലേ? ഇന്നില്ല. എന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാലത്ത് ഏട്ടന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഇന്നിപ്പോ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ അവർ ആചാര്യനായിട്ട് കണക്ക് കൂട്ടുന്ന ആളാ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമസ്ഥന്റെ പേര് വക്കം മൗലവി എന്ന അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയാം? ഏത് മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തെ അറിയാം? അദ്ദേഹത്തെ അറിയില്ലല്ലോ. മറിച്ച് നമ്മൾ സ്വദേശാഭിമാനി അറിയുന്നു. കാരണം മികച്ച മാധ്യമ പ്രവർത്തകനാണ് കേരളത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. ഇന്ന് നമുക്ക് മരം വെട്ടുകാരൻ വരെ ഇവിടെ പത്രത്തിന്റെ മുതലാളിയാ. ഈ പറയുന്ന മരം വെട്ടുകാരായിട്ടുള്ള മുതലാളി തീരുമാനിക്കുന്ന എപ്പോഴും സ്വന്തമായിട്ടുള്ള അടുത്ത കൂടുതൽ മരം എങ്ങനെ മുറിക്കാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും നമ്മളുടെ ഉള്ള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ മുതലാളിമാര്, ഈ മുതലാളിമാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുള്ളത്, ഞാനൊക്കെ തന്നെ ചെറിയ കാലത്ത് ഒരു 10, 40, 45 കൊല്ലത്തിന് മുമ്പായിട്ട് കേരളത്തിലെ പത്രമുത്തശ്ശിയുടെ ഒരു പ്രമുഖനായിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ഇന്ന് മധ്യ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഞങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്, ഞങ്ങളുടെ സംഭാവനയാണ്. അപ്പൊ അത് ഏത് പാർട്ടിയുടെയാണെന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മധ്യ കേരളത്തിൽ നിന്ന് വന്ന, എന്ന് വെച്ചാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള സകല ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ വിമോചന സമരത്തിന്റെ അവിഹിത സന്തതികളാണ്. ആദർശപുത്രൻ എന്നൊക്കെ പറയുന്ന ചില ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. ഈ ചേട്ടന്മാരൊന്നും ഒരു ആദർശത്തിൽ കൂടി അല്ല വന്നത്. വിമോചന സമരത്തിന്റെ കൊടി പിടിച്ച് വന്നിട്ടുള്ളതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചു വന്നിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനാധിപത്യപരമായിട്ടാണ്. ആ ആക്ഷേപമൊന്നും എനിക്കില്ല കേട്ടോ. അവർക്ക് യാതൊരു ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ യഥാവിധി ഭരിക്കുവാൻ വേണ്ടി അനുവദിക്കണം. ഇത് അനുവദിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യ കണ്ടുള്ള ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരുടെ അച്ഛനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൂടിയിട്ട് ആ മന്ത്രിസഭ പിരിച്ചുവിടുകയാണ് ചെയ്തത്. പിരിച്ചുവിട്ട് ആർക്ക് വേണ്ടിയിട്ടാ? ഈ പള്ളിയിലെ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാ, ഈ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന മാധ്യമ മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ്. മാധ്യമ മുതലാളിമാർ ഇവരൊക്കെ തമ്മിൽ അഭിഹിത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവൻ നിലനിന്നതാണ്. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിന്റെ പതനത്തിന്റെ, ഇന്ന് കേരളം ഒരു പതനത്തിന്റെ വക്കിലല്ല, ഏകദേശം പതനത്തിലേക്ക് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുഖ്യമായിട്ടുള്ള വലിയൊരു പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പത്ര മുതലാളിമാരാണ്. മാധ്യമപ്രവർത്തകരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. മാധ്യമപ്രവർത്തകർക്ക് ഒരു റോളും കരുതലില്ല. അവർ ചുമ്മാ നോക്കുകുത്തിയാണ്. അവർക്ക് വെറും ചുമ്മാ തൊഴിലാളികൾ മാത്രമാണ്, ശമ്പളം മേടിക്കുന്നവർ മാത്രമാണ്, പറയുന്ന വാർത്തകൾ ചെയ്യുന്നവർ മാത്രമാണ്, ഒരു പഠനവും കാര്യമായിട്ട് നടത്താത്തവരാണ്. അപ്പൊ അതുകൊണ്ട് പത്രമാധ്യമ രംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന മാതിരിയുള്ള കൊട്ടിഘോഷിക്കലൊന്നും വേണ്ട. അതൊരു മുതലാളിമാരുടെ ഏർപ്പാട് തന്നെയാണ്. അതൊരു മുതലാളിത്തത്തിന്റെ സന്തതിയാണ്. ശരിക്ക് അതിനെ സംരക്ഷിക്കുന്ന ദൗത്യമാണ് അവർ ചെയ്യുന്നത്. അവരും ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരെയൊക്കെ തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ അവിഹിതമായിട്ടുള്ള ബന്ധം തന്നെയാണ് കേരളത്തിൽ. അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അത്തരത്തിലാണ്. കേരളത്തിലെ MLA-മാരൊക്കെ, നിങ്ങൾ MLA-മാർക്ക് ഒരു കണക്കെടുക്ക്. കേരളത്തിലെ MLA-മാർ ജാതി മത ചിന്തകൾക്കുപരിയായിട്ട് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലടക്കം, കോൺഗ്രസ്സിൽ,
ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജാതിയുടെ പേരിലല്ലേ? ഇവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മതത്തിൻ്റെ പേരിലല്ലേ? ഇവരൊക്കെ സീറ്റ് സമ്പാദിക്കുന്ന എന്തിൻ്റെ പേരിലാണ്? ഇവരൊക്കെ പാർട്ടിയുടെ അധ്യക്ഷനാവുന്ന എന്തിൻ്റെ പേരിലാണ്? ഇവരൊക്കെ പാർട്ടി അധ്യക്ഷനാകുന്നത്. ഈ കാര്യത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ മാറ്റി നിർത്തുന്നില്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അവിഹിതമായ രീതിയിൽ മതത്തിൻ്റെ സ്വാധീനമുണ്ട്, പത്രമുതലാളിമാരുടെ സ്വാധീനമുണ്ട്. ഈ പറയുന്ന ഇവരെല്ലാം MLA-മാരാകാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ എല്ലാ സ്വാധീനത്തിലാണ്. ഇത് ജനാധിപത്യത്തിൻ്റെ മേൽ ഒരു കശാപ്പ് ഭൂമിയായിട്ട് ഇവർ കേരളത്തെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് കാര്യത്തിൽ ഒരു സംശയമില്ല. നിരവധി ഉദാഹരണങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. ഈ ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, കേരളത്തിൽ നിന്ന് ജനാധിപത്യം അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുഴുവൻ ഉത്തരവാദിത്വം ഈ മത നേതൃത്വത്തിനും മീഡിയ മുതലാളിമാർക്കുമാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർക്കാണ്. അവർ സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ MLA-മാർ, അവർ സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ MP-മാർ, അവർ സൃഷ്ടിക്കുന്നവരാണ് പൊതുരംഗത്തുള്ളവർ, അവർ സൃഷ്ടിക്കുന്നവരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. ഇവരെല്ലാവരും കൂടി ചേർന്നൊരു വലിയൊരു കോക്കസ് ഉണ്ട്. ഈ കോക്കസ് കേരളത്തിലെ സാധാരണ ക്രിസ്ത്യാനിക്കെതിരാണ്, സാധാരണ മുസ്ലിമിനെതിരാണ്, സാധാരണ ഹിന്ദുവിനെതിരാണ്. ഇവർ പ്രവർത്തിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവരല്ലാന്ന് പറയട്ടെ, ആണെന്നുള്ളതിന് നിരവധി തെളിവുകൾ എൻ്റെ കൈവശമുണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ പുറത്തുവിടാൻ സാധിക്കും. എനിക്ക് ഒരു പ്രാവശ്യം ചർച്ച വരട്ടെ. ഇവിടുത്തെ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരിൽ എല്ലാ മതവിഭാഗങ്ങളിലും അഴിമതി നടത്താത്തവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വട്ടപൂജ്യമായിരിക്കും റിസൾട്ട് കിട്ടുക. മിക്കവാറും എല്ലാവരും ഇതിൻ്റെ ആളുകൾ തന്നെയാണെന്നുള്ളതാണ് വസ്തുതകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു വലിയൊരു ചിന്തയ്ക്കും വലിയ ചർച്ചയ്ക്കും കേരളത്തിലെ പാത്രീഭൂതമാകണമെന്നാണ് ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.